ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ കേട്ടൊരു വാക്ക് ഹെൽത്ത് സർവീസ് എന്നായിരുന്നു. പക്ഷെ ഇന്ന് ഏത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലും ഏത് ലിറ്ററേച്ചർ വായിച്ചാലും നമ്മൾ കേൾക്കുന്ന വാക്ക് ഹെൽത്ത് ഇൻഡസ്ട്രി എന്നാണ്. ഈ ഒരു മാറ്റം 30 കൊല്ലം കൊണ്ട് കണ്ടവനാ ഞാൻ. എൻ്റെ ഒരു സങ്കടം അത്ര അധികം ഉണ്ട് അതിനകത്ത്. കാരണം നമ്മൾ സർവീസിൽ നിന്ന് ഇൻഡസ്ട്രിയിലേക്ക് പോയപ്പോൾ സംഭവിച്ച കുറേ പ്രശ്നങ്ങളുണ്ട്. ലോകം തന്നെ തിരിയുന്നത് ഈ സമ്പത്ത്, പൈസ എന്ന് പറയുന്നതിന്റെ ഒരു അച്ചുതണ്ടാക്കിയിട്ടാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ വളരെ കൃത്യമായ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൂല്യബോധത്തിൽ നമ്മൾ നിന്നാലേ നമ്മുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവും. അല്ലെങ്കിൽ അലമാര വെക്കാം, ശമ്പളം വാങ്ങിക്കാം, കാറ് വാങ്ങിക്കാം, നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഈ അടുത്തിടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരാള് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അയാളുടെ പെർ ആനം ടേൺ ഓവർ എത്രയോ കോടിയുടെ ബിസിനസ് അയാൾ ചെയ്യുന്നുണ്ട്. അതിന്റെ അടിയിൽ ഒരാള് ഒരു കമന്റ് അടിച്ചു, എടാ നീ കോടി വാങ്ങിയിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം, നീ വേറെ എവിടെയും പോയി വിളമ്പെന്ന് പറഞ്ഞു. കാരണം അയാൾക്ക് കോടി ഉണ്ടെങ്കിൽ ആ കോടി കൊണ്ട് ഈ രാജ്യത്തിനും നാടിനും ആളുകൾക്കും ഗുണം ഉണ്ടാവണം, എങ്കിലേ ആ കോടിയാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾ ശമ്പളം വാങ്ങിക്കാം, നിങ്ങൾ ഫ്ലാറ്റ് വാങ്ങിക്കാം, നിങ്ങൾ കാറ് വാങ്ങിക്കാം, നിങ്ങൾ UK പോവാം. പക്ഷെ ആർക്ക് എന്ത് ഗുണം ഉണ്ട് എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. എനിക്ക് പറയാനുള്ള സംഗതി, വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ലൈഫ് സെറ്റ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കണം. കാരണം ഇന്ന് ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ അല്ലെ ആളുകൾ ഇങ്ങനെ മുറിച്ച് കഷ്ണാക്കിയിട്ടാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൃത്യമായ ഒരു ബോധത്തോടു കൂടി വാല്യൂ ബേസ്ഡ് ജീവിതം എനിക്ക് വേണം എന്ന് തീരുമാനിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളുണ്ടല്ലോ, സ്വപ്നങ്ങളെ പൂവണിയുന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനെ നിറഞ്ഞ മനസ്സോടുകൂടി ഇരിക്കുന്ന അച്ഛനും അമ്മയും, നിങ്ങൾക്ക് ആദ്യം ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഒരു iPhone 16 Pro വാങ്ങിച്ചു കൊടുക്കൽ എല്ലാവർക്കും സന്തോഷം. നിങ്ങൾ UK-യിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം മതി, അമ്മേ മരുന്ന് കഴിച്ചോ, അച്ഛാ സുഖം തന്നെയല്ലേ, നടക്കാനൊക്കെ പോണില്ലേ എന്നൊന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് അതിന് ചോദിക്കാൻ സമയമില്ലാതെ നിങ്ങൾ തിരക്കിലായാൽ അവരുടെ കണ്ണീര് വരും. കേരളം ഒരു വൃദ്ധസദനമാവാൻ പോവാ. ഇവിടെ യൂത്ത്സ് ഇല്ല, എല്ലാവരും പോവാ. നിങ്ങളും പറക്കും, അതൊന്നും കുഴപ്പമില്ല. UK-യിലേക്ക് പോവും, അമേരിക്കയിലേക്ക് പോവും, ഗൾഫിലേക്ക് പോവും. പക്ഷെ ഇവിടെ അച്ഛനും അമ്മയും മാത്രമുള്ള ഒരു വൃദ്ധസദനമായി ഈ കേരളം മാറുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയാലും അവരെ മറക്കരുത്, വിളിക്കാൻ മറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ നമ്മുടെ പേഷ്യൻസിനെ, ഞാൻ മെഡിക്കൽ ഫീൽഡ്, ഇതിൽ മാനേജ്മെന്റ് സ്റ്റഡീസും ബിസിനസ് സ്റ്റഡീസും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എന്റെ ഫീൽഡിൽ നിന്ന് സംസാരിക്കുകയാണ്. നമ്മൾ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക.